ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു ട്രഡീഷണൽ ഐറ്റം എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ചക്ക വെച്ചിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ സാധാരണ ചക്ക പുഴുക്ക് തന്നെ, പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം സിമ്പിളാണ്, അത്രേ പണിയില്ലൂ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ചക്ക ഒരു അരഭാഗം 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അരഭാഗത്തോളം ചക്കയുണ്ട്, ചക്കക്കുരുവുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മുക്കാൽ സ്പൂണാണ് ഉപ്പിടുന്നത്. നമ്മൾ പൊട്ടിന് കുഴക്കുന്നതില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി എടുക്കണം. അതിലേക്ക് തന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക്, അത് ഇതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഒരു മുക്കാൽ സ്പൂണ് കുരുമുളകും ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവ് കുറവാണ് ഞാൻ ഇട്ടതിൽ. കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇപ്പം ഇത് അതിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിലടിച്ച പാടെ അത് ഓഫാക്കി വെക്കുക. ഓഫാക്കി വെച്ചിട്ട് വേണം അടുത്തത് നോക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഓഫാക്കി വെച്ച ശേഷമാണ് നമ്മൾ തേങ്ങ ചിരകിയത്, ഒരു അരഭാഗം തേങ്ങയും അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി കുറച്ച് ഒരു 8 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, 10 ആയാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ എടുത്ത് നമുക്ക് ചെറിയ ജാറിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ ഇതിപ്പം ഉപ്പ് നമുക്ക് കുറവാണെങ്കിലെല്ലാം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ചക്കയിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് ഇതൊരു ടെക്സ്ചറാണ് വരിക. അപ്പം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുക്കർ തുറന്ന് അത് ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ചക്ക വേവിച്ച്. കാരണം അതിൽ നിന്ന് നമുക്ക് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുക. ചട്ടിയിലേക്ക് മാറ്റിക്കൊടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അതിന് ശേഷം നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ ഈ അരപ്പില്ലേ, അതായത് തേങ്ങയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അരപ്പ് അതിലോട്ടിട്ട് മൂടി കൊടുക്കുക. ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച ശേഷം ഒരു മിനിറ്റ്, അത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1 മിനിറ്റ് ശേഷം ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഫേസ്ബുക്കിലെ പേജിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ദയവായി ഫോളോ ചെയ്യുക. ഫ്യൂച്ചറിലുള്ള വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, താങ്ക് യു.